ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം, അതും 8-ാം അധ്യായത്തെക്കുറിച്ചാണ് അല്പം ആഴത്തിൽ ചിന്തിക്കുന്നത്. നോഹയുടെ പെട്ടകത്തിലെ ആ വലിയ അനുഭവങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളല്ലേ? അതെ, ദൈവം നോഹയെ ഓർത്തതും പിന്നെ ആ നീണ്ട കാത്തിരിപ്പ്, അതിനൊടുവിൽ ലഭിച്ച ഒരു പുതിയ തുടക്കം. ദൈവത്തിന്റെ ഉടമ്പടി, അതൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയങ്ങൾ. അപ്പോ ഈ അധ്യായത്തിലെ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ കാര്യം തന്നെ ദൈവത്തിന്റെ ഓർമ്മയും കാരുണ്യവുമാണല്ലോ. കൃത്യം. 1-ാം വാക്യം തന്നെ അതാണ് പറയുന്നത്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അതായത് ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി വലിയൊരു പ്രതിസന്ധി നടക്കുമ്പോഴും ദൈവം മറന്നില്ല തന്റെ സൃഷ്ടിയെ, തന്റെ വാഗ്ദത്തം ലഭിച്ച നോഹയെ. അവരെയൊന്ന് കൈവിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്കിടയിലും കൊടുങ്കാറ്റുകൾക്കിടയിലും നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട് എന്നൊരു വലിയ ഉറപ്പാണിത് തരുന്നതല്ലേ? തീർച്ചയായും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, അവിടുന്ന് കൈവിടില്ല. അതിനുശേഷം നോഹയുടെ ഭാഗത്തുള്ള കാത്തിരിപ്പാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, വെള്ളം വറ്റോ എന്നറിയാൻ നോഹ പക്ഷികളെ പുറത്തേക്ക് അയക്കുന്നുണ്ട്. ആദ്യം മലങ്കാക്കയെ അയക്കുന്നു, പിന്നെ പ്രാവിനെ. പ്രാവ് ആദ്യം തിരിച്ചു വരുന്നു അല്ലേ, കാലിൽ ചേറൊന്നുമില്ലാതെ. അതെ, അത് എന്താ പറയാ, കാത്തിരിക്കണം, ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം എന്നതിന്റെ ഒരു സൂചനയായിട്ട് കാണാം. ശരിയാണ്. എപ്പോഴും നമുക്ക് ഉടനടി ഉത്തരം കിട്ടണമെന്നില്ല. പിന്നെ രണ്ടാമതയച്ചപ്പോഴോ അപ്പോഴാണ് ആ ഒലിവിലയുമായി പ്രാവ് വരുന്നത്. അതൊരു വലിയ അടയാളമായിരുന്നു. അതെ, ഭൂമിയെ വീണ്ടും ജീവൻ തളിർത്തു തുടങ്ങി എന്നതിന്റെ സൂചന. വലിയൊരു പ്രളയത്തിന് ശേഷം പ്രത്യാശയുടെ ഒരു ചെറിയ കിരണം. എത്ര വലിയ പ്രതിസന്ധിയിലും ഒരു ചെറിയ പ്രത്യാശയുടെ അടയാളം ദൈവം നൽകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. പിന്നീട് പ്രാവ് മടങ്ങി വരാതെയായപ്പോ നോഹയ്ക്ക് മനസ്സിലായി ഭൂമി ഉണങ്ങിത്തുടങ്ങിയെന്ന്. അദ്ദേഹം പെട്ടകത്തിന്റെ മൂടി നീക്കി നോക്കുന്നുമുണ്ട്, പക്ഷേ പുറത്തിറങ്ങുന്നില്ല. അതെ, അവിടെയാണ് അടുത്ത പ്രധാന കാര്യം. സ്വന്തമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടും ദൈവം പുറത്തിറങ്ങുക എന്ന് പറയുന്നതുവരെ നോഹ കാത്തിരുന്നു. കൃത്യം. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അത്രയധികം പ്രാധാന്യം കൊടുത്തു. സ്വന്തം യുക്തിക്കപ്പുറം ദൈവഹിതത്തിന് കാത്തു. അത് ഒരു വലിയ പാഠമാണ് നമുക്കും. ഒടുവിൽ ദൈവം കൽപ്പിച്ചു, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രഭാര്യമാരും പെട്ടകത്തിൽ നിന്നോ പുറത്തിറങ്ങുക. അതൊരു വിടുതലായിരുന്നു. പഴയ അവസ്ഥയിൽ നിന്നുള്ള മോചനം, പുതിയൊരു ജീവിതത്തിലേക്കുള്ള വിളി. പുറത്തിറങ്ങിയ ഉടനെ നോഹ ചെയ്ത കാര്യമാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. അതെന്തായിരുന്നു? അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു യാഗപീഠം പണിത് ദൈവത്തിന് യാഗമർപ്പിക്കുകയായിരുന്നു. ശരിയാണ്. നന്ദി. ദൈവത്തോടുള്ള നന്ദിയും സമർപ്പണവുമാണ് ആ പ്രവൃത്തിയിൽ കാണുന്നത്. ഇത്രയും വലിയൊരു വിടുതൽ നൽകിയ ദൈവത്തെ ആരാധിക്കുക എന്നതായിരുന്നു പ്രഥമ പരിഗണന. ആ യാഗത്തിന്റെ സൗരഭ്യവാസന ദൈവം കൈക്കൊണ്ടു. അതിന്റെ ഫലമായിട്ടാണ് ആ വലിയ ഉടമ്പടി വരുന്നത്. അതെ, ഇനി ഒരിക്കലും ഭൂമിയെ ഇതുപോലെ ജലം കൊണ്ട് നശിപ്പിക്കില്ല എന്ന ദൈവത്തിന്റെ വാഗ്ദാനം. ഭൂമിയുള്ള കാലത്തോളം ഋതുഭേദങ്ങളും വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും അതൊന്നും നിലയ്ക്കുകയില്ല എന്നുറപ്പ്. മനുഷ്യന്റെ ഹൃദയം ബാല്യം മുതൽ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ടും ദൈവം കരുണയാണ് തിരഞ്ഞെടുത്തത്. അവിടുത്തെ കൃപ ന്യായവിധിയേക്കാൾ വലുതായി നിന്നു. അപ്പോ ഈ അധ്യായം ശരിക്കും രക്ഷയുടെയും കാത്തിരിപ്പിന്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു വലിയ കഥയാണ് പറയുന്നത്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രളയങ്ങൾ പോലെ തോന്നുന്ന അനുഭവങ്ങളുണ്ടാകാം. ദുഃഖം, നഷ്ടം, അനിശ്ചിതത്വം. അങ്ങനെയുള്ള സമയങ്ങളിൽ ഓർക്കുക, ദൈവം നിങ്ങളെ ഓർക്കുന്നുണ്ട്. നോഹയെ ഓർത്തതുപോലെ അവൻ നിങ്ങളെ സുരക്ഷിതമായി മറുകരയിലെത്തിക്കും. നോഹയെപ്പോലെ ദൈവത്തിൽ വിശ്വസിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവത്തെ ആരാധിക്കാൻ മറക്കരുത്. അവിടുന്ന് നൽകുന്ന പുതിയ തുടക്കങ്ങളിലേക്ക് ധൈര്യത്തോടെ ചുവടുവെക്കാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ഓർക്കുക, പ്രളയമല്ല അന്തിമവാക്ക്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഉടമ്പടിയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഉൽപ്പത്തി 8-ലെ അങ്ങയുടെ ആ വലിയ സ്നേഹത്തെയും കരുതലിനെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിലെ സകല ജീവജാലങ്ങളെയും ഓർത്തു. ഞങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാട്ടുകൾക്കിടയിലും ഞങ്ങളെ ഓർക്കുന്ന നല്ല ദൈവമേ, അങ്ങേക്ക് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രളയങ്ങളെ ശാന്തമാക്കുന്നതിന് നന്ദി. പ്രത്യാശ കാണാതെയാകുമ്പോൾ അങ്ങ് വഴികാട്ടുന്നതിനായി സ്തോത്രം. നോഹയെപ്പോലെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ
അങ്ങയുടെ സമയത്തിൽ വിശ്വസിക്കാനും അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങൾക്ക് ക്ഷമയും ധൈര്യവും വിശ്വാസവും നൽകണമേ. അങ്ങ് സകലതും പുതിതാക്കുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിലെ ഭാരങ്ങളാൽ തളർന്നിരിക്കുന്നവരെ, നഷ്ടം, അനിശ്ചിതത്വം, ഭയം എന്നിവ നേരിടുന്നവരെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പ്രാവിന്റെ കൊക്കിലെ ഒലിവില പോലെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളും പ്രത്യാശയുടെ മന്ത്രിക്കുന്ന സ്വരവും അവർ അനുഭവിക്കാനിടയാക്കണമേ. അങ്ങയുടെ ഉടമ്പടിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കരുണയോടെ ഈ ഭൂമിയെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും പരിപാലിക്കുന്ന അങ്ങയുടെ വാഗ്ദാനത്തിനായി സ്തോത്രം. ഞങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ ക്ഷമിക്കണമേ. നോഹയെപ്പോലെ ഞങ്ങളെയും ആരാധനയുടെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായ ഒരു യാഗമായി തീരുവാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അങ്ങ് ഓർക്കുകയും വീണ്ടെടുക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ആഴത്തിൽ അറിയട്ടെ. അങ്ങ് നൽകുന്ന പുതിയ തുടക്കങ്ങളിലേക്ക് വിശ്വാസത്തോടെ ചുവടുവയ്ക്കാൻ അവരുടെ ഹൃദയങ്ങളെ ശക്തമാക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയും രക്ഷയുമായ യേശുക്രിസ്തുവിലൂടെ അങ്ങ് നൽകിയ അന്തിമവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഉടമ്പടിയായ ആ കുരിശിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. നിങ്ങളുടെ വിശ്വാസജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. അവ ഞങ്ങൾക്ക് ഈ വിലാസത്തിൽ അയച്ചു തരിക: soulfulscriptureseveryday@gmail.com. അതെ, soulfulscriptureseveryday@gmail.com. തിരഞ്ഞെടുക്കുന്ന സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിനായി ഞങ്ങൾ ലോകവുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടായിരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.